അനുഗ്രഹം എന്നിവയുടെ ശ്രേണി അടങ്ങിയിരിക്കുന്നു. അതിലെ നിവാസികൾ സ്നേഹം, സമാധാനം, ആത്മീയ വിശ്വാസം അതിനാൽ അനുഭവിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയില്ലാത്ത ഒരു ഭവനം ഭാരം, വിഷാദം, ചിന്തകളുടെ ദുരിതം, മാനസികമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. സ്വർഗീയ ഭവനം എന്ന ഈ നമ്മുടെ ചെറിയ സ്കിറ്റിലൂടെ നമുക്കത് കണ്ടു മനസ്സിലാക്കാം. ഇതാ എവിടെ പോയി കിടക്കുവാണോ പിള്ളേരെ? എന്റെ അമ്മച്ചി, ഞാൻ അവിടെ എന്തോരം പണി ചെയ്തോണ്ടിരിക്കാം. അവിടെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചായ അമ്മച്ചിക്ക് തന്നെ വന്ന് എടുത്താലല്ലോ. പിന്നെ നിന്നെ ഞാൻ ഇവിടെ എന്തിനാ നിർത്തിയേക്കുന്നേ? ചായ എടുത്തതല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന നേരം കൊണ്ട് ആ ചായ ആവും പോലും അമ്മച്ചി. അമ്മച്ചി ഒരു മിനിറ്റ്, ഞാൻ ചായ കൊണ്ട് വരാം. പിള്ളേരെ, ആ പത്രം ആരാധനയോട് എടുത്തു തന്നേ. ഇത്രയും നേരമായി ആ പത്രം പോലും കിട്ടിയിട്ടില്ല ഇവിടെ. അമ്മച്ചി ചായ ഇത്ര നേരം എടുത്തൊരു ചായക്ക് വേണ്ടി. എന്താ ഊള ചായയാണ് ഇത്? കാശ് കൊള്ളത്തില്ല. അവള് ചായ ഉണ്ടാക്കിയേക്കോ? ഈ 365 ദിവസം അമ്മച്ചി ഈ ചായ തന്നെയല്ലേ കുടിച്ചോണ്ടിരുന്നത്. ഇന്ന് മാത്രമേ ഇത്ര പ്രത്യേകത. കാശ് കൊള്ളാത്തൊരു വാട്ടച്ചായ. പത്രം ഇങ്ങോട്ട് എടുത്തേ. ഈ താഴെ കിടക്കുന്ന പത്രം പോലും അമ്മച്ചി എടുക്കരുത് കേട്ടോ. പിന്നെ നിന്നെ ഞാൻ ഇവിടെ എന്തിനാ കൊണ്ടുവന്നേക്കുന്നത്? കാഴ്ചക്കോ? അമ്മച്ചി ഇതാ പത്രം വായിക്കും. ശരി, ഇന്നത്തെ വാർത്ത എന്താ? കൺഫ്യൂസ് ആക്കല്ലേ. മമ്മി, എനിക്ക് ചായ തരാമോ? നിനക്ക് എന്തായാലും അങ്ങോട്ട് ആ പോയി എടുത്ത് കുടിച്ചാലേ. അമ്മച്ചി ചോദിച്ചില്ല, അപ്പൊ ഞാൻ ചോദിക്കണം. പിള്ളേരുടെയൊക്കെ ഓരോ കാര്യങ്ങള്. രാവിലെ ആകുമ്പോ ഫോണിലും കുത്തി ഇരുന്നോളും. മമ്മി ചായ പ്ലീസ്, പെട്ടെന്ന് താ. ഒരു 2 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. നീ റെഡിയായോ? ചർച്ചിൽ പോണ്ടേ ഇന്ന്? ഞാൻ റെഡിയാ. രാവിലെ ഒരുങ്ങി കെട്ടി ഇരിക്കുന്നു. ചായ കുടി രാവിലെ. ഓക്കേ. ഇത് പുതിയ റിംഗ്ടോണാണ്. ഹലോ ഹലോ, ഞാൻ ഇപ്പൊ വരാമേ. ഓക്കെ ഓക്കെ. ആ കൊച്ചു കണ്ട് ചായ കുടിച്ചില്ല, ഒന്നും കുടിച്ചില്ല. അവൾ എണ്ണീറ്റ് പോയേക്കുന്നുണ്ടോ? എന്റെ കർത്താവേ, അവള് പോയോ? ശരി മോളെ, നീ ചായ കുടിച്ചിട്ട് ഇറങ്ങി പോകും. മമ്മി ഓക്കെ, ബൈ. ഞാൻ കാണാം. ബൈ 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 ബൈ. അമ്മച്ചിക്ക് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടേ? നീ എന്താ ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ എനിക്ക് കഴിക്കാന്? അമ്മച്ചിയുടെ ഇഷ്ടത്തിനല്ലേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. എന്റെ ഇഷ്ടമൊന്നും നീ നോക്കാറില്ല. എന്തുവാ കഴിക്കാനുള്ളത്? അമ്മച്ചിയുടെ ഇഷ്ടത്തിനാ ഇന്നലെ ഉണ്ടാക്കിയത്. അമ്മച്ചിയുടെ ഇഷ്ടത്തിനാ മിഞ്ഞാന്ന് ഉണ്ടാക്കിയത്. 3 നേരവും ഭക്ഷണം അമ്മച്ചിയുടെ ഇഷ്ടത്തിന് തന്നെയല്ലേ ഉണ്ടാക്കുന്നേ. എന്തുവാണാവോ ഇന്നത്തെ ആഹാരം? ഇന്ന് ഇടിയപ്പം മുട്ടക്കറി ആയല്ലോ. ആട്ടെ, എന്തോലും ആട്ടെ. ശരി അമ്മച്ചി, ഇപ്പൊ റെഡി ആയിക്കൊണ്ട് വരാം. ആട്ടെ. എന്തുവാടാ രാവിലെ ഫോണ് നോക്കി നീ വായി നോക്കി നീ എങ്ങോട്ടാ? നീ ഇവിടെ ഉണ്ടായിട്ടാണോ അവിടെ ഇത്ര അഹങ്കാരത്തിലൂടെ സംസാരിക്കുന്നത്? ഇവിടെ റിമോട്ട് തേടി റിമോട്ട് എടുത്തു തന്നെ. എത്ര നേരം കാണണം? ഒരു TV കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നത്. 2 മിനിറ്റ് ഇപ്പൊ എടുത്തോണ്ട് വരാം. TV റിമോട്ട് നോക്കട്ടെ.
ഓ എന്റെ ഏടി ഒന്നും പറയണ്ട. നല്ലൊരു ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കെട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കണം. ഭൂമിയെ കുഞ്ഞൊരു കാലി വീട്ടിൽ പച്ചക്കറി കഴിക്കില്ല, ഒരു കാലി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യില്ല. വിളിച്ച് പറയാതെ ആ പ്രതീക്ഷ എന്നും ഓരോ പ്രതീക്ഷയായിട്ട് അടിച്ച് രാവിലെ നേരം വിളിക്കുന്നത്. എന്നും ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നില്ല. കണ്ടില്ലേ? ലൈറ്റ് ഇടണ്ടേ അവിടെ? എന്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനും എന്റെ അമ്മയും കൂടി ചേർന്നാണ് ഒരുമിച്ച് ആഹാരം വെക്കുന്നതും ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നതും ഞങ്ങൾ പള്ളിയിൽ പോകുന്നതും. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ഒരു പ്രശ്നമേ ഇല്ല. ഓ എത്ര സമാധാനം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരാൾ താങ്ങായിട്ടിരിക്കുമ്പോഴത്തേക്ക് എന്തൊരു സമാധാനം ഉണ്ട്. വീട്ടിലെ ജോലികളെല്ലാം തീരും, എല്ലാം സമാധാനത്തോടെ തീരും അല്ലേ? എന്റെ അമ്മ വരുന്നുണ്ട്. ആ അമ്മച്ചി വന്നോ? സന്തോഷം. അമ്മേ ചർച്ചിൽ പോകണം നാളെ നമുക്ക്. ഞാനത് ശരിയാ വരാൻ. ഞാൻ ചർച്ചിലൊന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. ചർച്ചിൽ നിങ്ങളെ കുറിച്ച് 2 ആഴ്ചയായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചർച്ചിൽ വരാത്ത സഹോദരങ്ങളുടെ അടുത്ത് പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പാസ്റ്റർ പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. ചർച്ചിലുള്ളവർക്കൊക്കെ ഈ വീട് അറിയത്തില്ലയോ? അവരോട് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് തിരക്കാൻ പറ. അല്ല ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നൊന്നുമില്ല. എനിക്ക് 10-17 വയസ്സായി. എന്നോടൊന്നും വയ്യ, നടക്കാനോ എടുക്കാനോ. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് എനിക്ക്. എന്റെ തീർച്ചയാമേ നമ്മുടെ കൂട്ടുകാരാണേലും എന്നെക്കാട്ടും ഒരു 5-6 വയസ്സ് മുമ്പ് കൂടുതലും അതുപോലെ അസുഖവും എനിക്കൊക്കെ കൂടുതലുണ്ട്. പക്ഷെ ചർച്ചിൽ പോകുന്ന കാര്യത്തിന് മാത്രം ഞാനൊരു മടിയും വിചാരിക്കില്ല. ഞാനും മോളും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കൃത്യമായിട്ട് ചർച്ചിൽ പോകും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് മറ്റൊരു. പിന്നെ എനിക്കൊന്നും വയ്യ. ഞാൻ അങ്ങോട്ട് ചർച്ചിലൊന്നും വരുന്നൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ എനിക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോരാ. അടുത്ത ആഴ്ച അമ്മച്ചിയെ കൂട്ടി വരാൻ ശ്രമിക്കാം. റോസിമ എനിക്ക് കൊണ്ടിട്ട് ജോലി. ഞാനും 6 ദിവസം ജോലി കഴിഞ്ഞിട്ടില്ല വരുന്നത്. അതിന് ഞാൻ സമയം കണ്ടെത്തും ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി. നീയും അങ്ങനെ സമയം കണ്ടെത്തി ഞങ്ങളോട് ചർച്ച വരാൻ നോക്കും. ഇവിടെ 9 മണി മുതൽ 9 മണിയാകുമ്പോൾ രാവിലെ പോകും. 6 മണിയാകുമ്പോൾ വൈകിട്ട് അവള് വരും. ഇന്നൊരു ദിവസമേ ഉള്ളൂ അവൾക്ക് അവധി. ഇന്നെങ്കിലും അവളെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ. നീ അങ്ങോട്ട് ചെല്ല. ഇവിടെ ആരെ ചർച്ചക്കൊന്നും വിളിക്കാൻ വരണ്ട. എന്റെ മോള് രാവിലെ ചർച്ചിലേക്ക് ഇറങ്ങില്ല. അവളെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവളവിടെ കാണുമായിരിക്കും. വഴി മോളെ നമുക്ക് പോകാം. ശരി മാം. അയ്യോ എന്റെ പൊന്നുമോള് വന്നോ? അയ്യോ നാളെ നിന്നോട് കണ്ടിട്ട് എനിക്കറിയാവുന്ന പിള്ളേരൊക്കെ അവര് വന്നില്ല അമ്മച്ചി. ഞാൻ അമ്മച്ചിനെ ഒന്ന് കണ്ടേച്ച് പോകാന്ന് ഓർത്ത് വന്നതാ. കഴിച്ചോ? കഴിക്കണം. അമ്മച്ചിയല്ലേ കഴിക്കുന്നത്? അവളവിടെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷം കേട്ടോ. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. എന്താണ് വിശേഷം? നല്ല വിശേഷം. അമ്മച്ചി ചേച്ചി ഉണ്ടാക്കി വെച്ച ഫുഡല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ആ നമുക്ക് കഴിക്കാം അമ്മച്ചി. ഹലോ ഹലോ ഹലോ. അതെ ഹലോ കേൾക്കാലോ. അതെല്ലോ. അയ്യോ എന്നാ പറ്റി? രാവിലെ ചർച്ചിലേക്ക് പോയ മോളാണല്ലോ. എന്ത് പറ്റി അവൾക്ക്? ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാം കേട്ടോ. ഓക്കെ ശരി എന്നാ. നീ എങ്ങോട്ടായി പോകുന്നേ? അമ്മച്ചി ഞാൻ ഇപ്പൊ വരാം. ഓക്കെ അമ്മച്ചി മോളോട് സംസാരിച്ചോണ്ടിരിക്കാൻ ഇപ്പൊ വരാം. വേഗം വരാം. ആട്ട് എങ്ങോട്ടാന്ന് വെച്ചാ പോയിട്ട് വാ. വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉച്ചക്കത്തേക്ക് വല്ല എനിക്ക് കഴിക്കാനേ? എന്റെ അമ്മച്ചി എന്നെ പറയുന്നത്. ആ ചേച്ചി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ കഷ്ടപ്പെടും. അമ്മച്ചി ഇങ്ങനെ ചേച്ചിനെ ചേട്ടൻ കിട്ടിക്കൊണ്ട് വന്നപ്പോ തൊട്ട് അമ്മച്ചി എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കുമല്ലേ അമ്മച്ചി? ചേച്ചിന്റെ കുറ്റം പറഞ്ഞു. അമ്മച്ചിക്ക് ഒരു ദോഷം കിട്ടും അമ്മച്ചി. പിന്നെ അവിടെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ അവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ അമ്മച്ചിയുടെ മോളല്ലേ. എന്നെ സഹായിക്കുന്നു, അത് ചേച്ചിനെ സഹായിക്കണ്ടേ? എന്നെ എടുക്കാൻ പറ്റത്തില്ല ആരെയും സഹായിക്കാനും എടുക്കാനും ഒന്നും. എന്റെ അമ്മച്ചി ഡോക്ടർ അമ്മച്ചിയോട് നടക്കണമെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? എനിക്കൊന്നും വയ്യ. ഡോക്ടറൊക്കെ പലതും പറയും. അവരൊക്കെ പറയുന്നത് അവരൊക്കെ ചെയ്താൽ മതി. എന്നോടൊന്നും പറ്റത്തില്ല അവർ പറയുന്നതൊക്കെ ചെയ്യാൻ. അമ്മച്ചിക്ക് ചർച്ചിലൊന്ന് പോയിക്കൂടെ അവരുടെ കൂടെ? എനിക്കൊന്നും വയ്യ. നീ എന്നെ അവിടെ വല്ല ഹോസ്പിറ്റലിൽ വല്ലത് കൊണ്ടുപോകാവോ? എന്നാ അമ്മ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് ഓടി വരാം. ഓക്കെ എവിടെന്ന് വെച്ചാ പോയിട്ട് വാ.
വാ കൊച്ചിനല്ല ഞാൻ ആഹാരം എടുത്തു തരാം അങ്ങോട്ട് വാ വല്ല വന്നിട്ട് കഴിക്കാം വാ വായിലൊക്കെ കൊള്ളത്തില്ല ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല അവളുണ്ടാക്കി വെച്ചിട്ട് പോയതാണ് അവര് കഴിക്കണേ എനിക്ക് അതിന് പോലെ ഞങ്ങൾ പണി കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഇന്ന് സുജിത്ത് ബ്രദറായിരുന്നു ശുശ്രൂഷ നടത്തിയത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ബൈബിളിന്റെ കീ വേർഡ് ആയിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കാരണം ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 6 വാക്യം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം തന്നെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം അവനെ നൽകുവാൻ മാത്രം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകത്തില്ല, ഒരു രോഗവും ബാധയും ഒന്നും വരത്തില്ല എന്നുള്ള അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. അത് നിങ്ങൾ വരാഞ്ഞിരുന്നു ഭയങ്കര കഷ്ടമായി. നീ പോയി കേട്ടല്ലോ, അത് മതി. നമ്മുടെ അന്നമോള് രാവിലെ ചർച്ചിൽ പോയതാണല്ലോ, നിങ്ങൾ അവിടെ വെച്ച് കണ്ടില്ലയോ? മോളെ കണ്ടില്ലല്ലോ. കൊച്ചോമ്പൂർ ബൈബിൾ ക്ലാസ്സിൽ മോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കഴിഞ്ഞ 2-3 ആഴ്ച പോകുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞല്ലോ. എന്റെ കർത്താവ് എനിക്കൊന്നും പറയാനില്ല. വന്നിരിക്കുന്നു, അവളോട് തന്നെ ചോദിക്കാം. രാവിലെ എനിക്ക് എല്ലാവരോടും സോറി പറയാനുണ്ട്. ആക്ച്വലി ഞാൻ ചർച്ചിലല്ല പോയത്, ഞാൻ പാർട്ടിക്ക് പോയേക്കുമായിരുന്നു. അവിടെ പാർട്ടിയിൽ ആരും എന്നെ ഡ്രിങ്കിൽ എന്തോ കളിക്ക് തന്നു. അത് കാരണം ഞാൻ ബോധം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും പോയി, എന്നെ വിട്ട് പോയി. അപ്പോഴാണ് ഞാൻ മമ്മിയുടെ നമ്പർ തന്നെ. അപ്പം നേഴ്സ് മമ്മീനെ വിളിച്ചു. എന്റെ കൊച്ചു ഓക്കെ ആണോ? ശരിയാ, ഓക്കെ ആണോ? നീ കുഴപ്പമൊന്നുമില്ലേ? ഞാൻ എല്ലാവരോടും സോറി. എന്റെ മോളെ ഇന്നത്തെ കാലത്ത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നല്ല കൂട്ടുകാരല്ലെങ്കിൽ അവര് മക്കളെ ചതിക്കും, പല കാര്യങ്ങൾക്കായിട്ട് അവര് ദുരുപയോഗിക്കും. ഒന്നും പറയണ്ട. നീ രാവിലെ ബാഗും എടുത്ത് ഫോണ് കുത്തിക്കൊണ്ട് പോയതല്ലേ? വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കണോ? അപ്പനും അമ്മയും കൂട്ടി വേണം മക്കളെ വളർത്താൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കണ്ടോ? നീ എല്ലാ കാര്യത്തിലും മക്കളെ അങ്ങനെ കുറ്റം പറയാതെ. ഈ റോസമ്മയാണെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഈ വീട്ടില്. അവൾക്ക് നേരം വെളുക്കുമ്പോ തൊട്ട് പണിയുണ്ട്. A-to-Z കാര്യങ്ങൾ അവള് ചെയ്യണം. അവള് ജോലിക്ക് പോകണം, വീട്ടിൽ സമ്പാദിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തരണം. അപ്പം പിന്നെ നിനക്ക് ഒരു പെങ്കൊച്ചല്ലേ ഉള്ളൂ, മറ്റേതുങ്ങൾ പിന്നെ ആൺപിള്ളേരാ. ആ കൊച്ചിന്റെയും കൂടെ കാര്യം, ഇവളുടെ കാര്യം നിനക്കൊന്ന് ശ്രദ്ധിച്ചാലെന്താ? എനിക്കൊന്നും വയ്യ ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്. അവരുടെ അപ്പനും അമ്മയും വേണം പിള്ളേരുടെ കാര്യം നോക്കാൻ, അല്ലാതെ ഞാനല്ല പിള്ളേരുടെ കാര്യം നോക്കേണ്ടത്. നീ പറയുന്ന ഒക്കെ ശരിയാ, പക്ഷെ പ്രായമായ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ വിളക്ക് അവരാണെന്നാ പറയുന്നത്. കൊച്ചു മക്കളെ കൂടെ ആത്മീയമായിട്ട് വളർത്തുന്നതിനൊക്കെ അല്പം കൂടെ നിനക്ക് ശ്രദ്ധിക്കാം. കുറ്റം പറയുന്നതാണെന്ന് ഓർക്കരുത്. തുളസിയമ്മ, നിനക്ക് ഇച്ചിരി കൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വീട്ടിലെ സമാധാന സന്തോഷം നല്ലപോലെ വരും. അമ്മ പറഞ്ഞത് ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. ഞാൻ ഇനി നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്തിട്ട് പള്ളിയിൽ പോയി. അമ്മച്ചി, നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. നമ്മുടെ സന്ധ്യ ആകുമ്പോൾ പിള്ളേരെ വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കണം. അന്ന് പറയും നമ്മൾ TV കണ്ടു അതിനും അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി നമ്മൾ പരസ്പരം മത്സരിച്ച് ജീവിച്ചു. അതുപോലെ തന്നെ അച്ചായനായാലും ഒരു കുടുംബത്തിന് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മളെ കണ്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം നേർവഴിക്ക് ചർച്ചിലൊക്കെ പോയി ബൈബിളൊക്കെ വായിച്ച് മക്കളെ നമ്മുടെ രീതിയിലേക്ക് വളർത്താൻ നമുക്ക് ശ്രമിക്കാം. റോസമ്മ, എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് പള്ളിയിലും പോകണം. എല്ലാ സന്ധ്യയ്ക്കും നമുക്ക് കുടുംബ പ്രാർത്ഥനയും വേണം കേട്ടോ. നമ്മൾ കർത്താവിനെ അറിഞ്ഞാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് കേട്ടോ. ഇവിടെ വന്ന് മാറ്റം കണ്ടിട്ട് നിങ്ങൾക്കും വളരെ സന്തോഷമായില്ലേ? അല്ലേ മക്കളെ? എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്ന് വരുന്ന ജീവിത ചുറ്റുപാടുകളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ്. ആദ്യം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ